Hello Surface. ഇന്നത്തെ ടോപ്പിക്കാണ് 3 technologies to be prepared by 2020. എൻ്റെ പേര് സുബിൻ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ഇന്നർ എൻവിഷനിലേക്ക് സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു മാറ്റങ്ങളൊക്കെ പെട്ടെന്നാണ് വരാൻ പോകുന്നത്. അക്രോസ് ദ ഗ്ലോബ് ഒരുപാട് ചേഞ്ചസ് വരാൻ പോവുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 3 ടെക്നോളജീസ് ആർ ഗോയിങ് ടു ചേഞ്ച് ദ ഗെയിം ആൻഡ് വി നീഡ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഈ വീഡിയോയുടെ ടൈറ്റിലിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും പാർട്ട് 1 ഓഫ് 3. ഞാൻ ഈ വീഡിയോ ഒരു 3 പാർട്ട് സീരീസ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡീറ്റെയിൽസും ലിങ്ക്സും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇന്നർ എൻവിഷൻ. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടെക്നോളജി ആണ് 3 ഡയമെൻഷണൽ പ്രിൻറ്റിങ്. നമ്മളിപ്പോൾ സാധാരണ ഒരു പേപ്പർ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിന് നമ്മൾ 2 ഡയമെൻഷണൽ സ്കാനിങ് അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് എന്ന് പറയും. അതേസമയം ഇപ്പം നമ്മളൊരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ്, ഇതേമാതിരി ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് ഇതിനെ നമ്മൾ അഥവാ സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ 3 ഡയമെൻഷണൽ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ 3 ഡയമെൻഷണൽ സ്കാനിങ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലേസർ മെത്തേഡ്. സോ ഇതിൻ്റെ ടെക്നോളജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ നമ്മൾ ആ 3D പ്രിൻ്ററിൽ വെച്ചിട്ട് കുറേ ലേസർ ബീംസ് പാസ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ ബീംസ് ഇതിൻ്റെ സർഫസിൽ ടച്ച് ചെയ്യും, പ്രിസൈസ് ആയിട്ട് വേറെ ഏരിയാസിൽ ടച്ച് ചെയ്തിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ഗ്യാപ്പ് കൊണ്ട് ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് 3D ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണ് ഒരു 3D ഒബ്ജക്റ്റിൻ്റെ സ്കാനിങ് ചെയ്യുന്നത്. ഇനിയും ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബൈൻഡിങ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് അതിനെ ലെയർ ബൈ ലെയർ ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യും. ഈ ബൈൻഡിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു സാധാരണ 2 ഡയമെൻഷണൽ പ്രിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രിൻ്ററിൽ യൂസ് ചെയ്യുന്ന ഇങ്ക് ഇല്ലേ, അത് തന്നെയാണ് ഈ ബൈൻഡിങ് മെറ്റീരിയൽ ആസ് ഫാർ ആസ് 3 ഡയമെൻഷണൽ പ്രിൻറ്റിംഗ് ഇസ് കൺസേൺ. ഞാൻ ഈ 3 ഡയമെൻഷണൽ പ്രിൻറ്റിങ്ങിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിൽ കടന്ന് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു ടെക്നോളജിയുടെ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി ഏതൊക്കെ ഫീൽഡ്സിനെയാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാം. 3 ഡയമെൻഷണൽ പ്രിൻറ്റിംഗ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ഇപ്പോൾ കാണുന്ന മാതിരി അല്ലായിരിക്കും ഒരു 2 വർഷം കഴിഞ്ഞിട്ടുള്ള മാനുഫാക്ചറിങ്. എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ ടെക്നോളജീസ് ഇവോൾവ് ആയിക്കുന്നുണ്ട്. ഈവൻ 3 ഡയമെൻഷണൽ പ്രിൻറ്റിങ്ങിൽ തന്നെ ഇപ്പം മെറ്റാലിക് 3 ഡയമെൻഷണൽ പ്രിൻറ്റിംഗ് വന്നു കഴിഞ്ഞു, കാർബൺ ഫൈബർ 3 ഡയമെൻഷണൽ പ്രിൻറ്റിംഗ് വന്നു കഴിഞ്ഞു. അതായത് ഇങ്കിൻ്റെ സ്ഥാനത്ത് നമ്മൾ മെറ്റൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കാർബൺ ഫൈബർ യൂസ് ചെയ്യാം. അപ്പം ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രെങ്ത്ത്, അതിൻ്റെ റിജിഡിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല 3 ഡയമെൻഷണൽ പ്രിൻറ്റിങ്ങിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസിഷൻ പ്രിൻറ്റിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇന്ന ഡയമെൻഷനിൽ ഇതേമാതിരി ക്ലിയർ ആയിട്ട് തന്നെ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഡയമെൻഷണൽ പ്രിൻറ്റിംഗ് കൊണ്ട് പറ്റും. അതുമാത്രമല്ല മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വർക്ക് ഫോഴ്സിലാണ്. 3 ഡയമെൻഷണൽ പ്രിൻറ്റിംഗ് ഉണ്ടെങ്കിൽ ഒരു സാധനത്തിൻ്റെ പ്രോട്ടോടൈപ്പ് എടുത്തിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും റെപ്ലിക്കാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് നമുക്ക് ഒരു പെർട്ടിക്കുലർ വർക്ക് ഫോഴ്സിൻ്റെ ആവശ്യം വരത്തില്ല. സോ അത് കോസ്റ്റിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയ്ക്കും. അനദർ ഇൻഡസ്ട്രി ആണ് മെഡിക്കൽ ഇൻഡസ്ട്രി. ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് 3 ഡയമെൻഷണൽ പ്രിൻറ്റിംഗ് വെച്ച് ഓൾറെഡി ട്രാൻസ്പ്ലാന്റ്സ് ചെയ്യപ്പെടുന്നുണ്ട്. വികലാംഗർക്ക് അവരുടെ പെർട്ടിക്കുലർ പാർട്സിൻ്റെ 3 ഡയമെൻഷണൽ പ്രിൻറ്റിംഗ് എടുത്തിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രിസൈസ് ആയിട്ടുള്ളൊരു മെഷർമെൻറ്റ്സ് അതിന് കിട്ടും. അപ്പോൾ അതനുസരിച്ച് അതിനെ മോൾഡ് ചെയ്തെടുക്കാം. അതുമാത്രമല്ല ഫ്യൂച്ചറിൽ ഈവൻ DNA-യുടെ 3 ഡയമെൻഷണൽ പ്രിൻറ്റിംഗ് ഈസ് ഓൾറെഡി ഓൺ ദ ഗോ. സോ ആൾക്കാർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രോട്ടോടൈപ്സ് ഓരോ ദിവസം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പേർട്സ് പറയുന്നത് ഇൻ എ ഫ്യൂ ഡേയ്സ് ഈവൻ ഓർഗൻസ് ക്യാൻ ബി 3 ഡയമെൻഷണലി പ്രിൻറ്റഡ്. അനദർ സെക്ടർ 3 ഡയമെൻഷണൽ പ്രിൻറ്റിംഗ് ശരിക്കും എഫക്റ്റ് ചെയ്യാൻ പോകുന്നതാണ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രി. ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സിൻ്റെ ഒക്കെ 3 ഡയമെൻഷണൽ പ്രിൻറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ്ലി കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യും. അക്രോസ് ദ ഗ്ലോബ് വി ക്യാൻ മേക്ക് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. അതുമാത്രമല്ല ഇതുകൊണ്ടുള്ള വേറൊരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സിൻ്റെ ചിലവ് ഒരുപാട് കുറയ്ക്കും. ഞാനൊരു എക്സാമ്പിൾ തരാം. ചൈനയിലാണ് മേജർലി എ ലോട്ട് ഓഫ് ഗുഡ്സ് ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് എക്സ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം
ഇമാജിൻ നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഏത് സ്ഥലത്താണെങ്കിലും ഇപ്പം നമുക്കൊരു 3D പ്രിൻ്റർ ഉണ്ടെങ്കിൽ നമുക്കത് ഓൺലൈൻ നമുക്കതിൻ്റെ ഡിജിറ്റൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്കതിൻ്റെ പ്രിൻ്റ് ഔട്ട് എവിടെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. സോ ഇലക്ട്രോണിക് ഇൻഡസ്ട്രീനെ ശരിക്കും പോസിറ്റീവായിട്ട് ബാധിക്കും. കോസ്റ്റ് കുറയ്ക്കാനും അതനുസരിച്ച് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും ലോജിസ്റ്റിക്സിൻ്റെ ചിലവുകൾ കുറയ്ക്കാനും എല്ലാത്തിനും ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇസ് കൺസ്ട്രക്ഷൻ. ഓൾറെഡി ഒരു 2 മാസം മുമ്പേ ഒരു US ബേസ്ഡ് കമ്പനി ഗ്രീൻലാൻഡിൽ പോയി അവിടുത്തെ എക്സ്ട്രീം ക്ലൈമറ്റ്സിൽ ഒരു ഫുള്ളി ഫങ്ഷണൽ വീട് ഫുള്ളായിട്ട് കൺസ്ട്രക്ട് ചെയ്തു വിതിൻ 24 hours. ഇമാജിൻ ഇതിൻ്റെ ഒരു റിപ്രക്കഷൻ ആലോചിച്ച് നോക്ക്. ഓൾറെഡി ഒരുപാട് കമ്പനീസ്, ചൈനീസ് ബേസ്ഡ് കമ്പനീസ് വീടുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി 3D പ്രിൻറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട്. അതുമാത്രമല്ല ദുബൈയിൽ ഒരു ഫുള്ളി ഫങ്ഷണൽ ബിൽഡിംഗ് അവർ ക്രിയേറ്റ് ചെയ്തു, കംപ്ലീറ്റ്ലി 3D പ്രിൻറ്റഡ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എത്ര ഡിഫിക്കൽട്ടാണ്, അതിന് ലേബർ കിട്ടാൻ എത്ര ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഇമാജിൻ ഒരു വീട് നമ്മുടെ നാട്ടിൽ വളരെ ചിലവ് കുറച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്ര നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അത്. ഞാൻ ഗ്രീൻലാൻഡിൽ കൺസ്ട്രക്ട് ചെയ്തെന്ന് പറഞ്ഞ ആ വീട് കോസ്റ്റഡ് ക്ലോസ് ടു അറൗണ്ട് 6.8 lakhs. ആൻഡ് അത് കൺസ്ട്രക്ട് ചെയ്തത് വെറും 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ വിതൗട്ട് എനി എക്സ്ട്രാ ലേബർ. ഇതിൻ്റെ 3D പ്രിൻറ്റിങ് അവിടെ വെച്ചിട്ട് വലിയ ലെവലിൽ പോയി അവർ ലെയർ ബൈ ലെയർ അതിനെ കൺസ്ട്രക്ട് ചെയ്തു. അനദർ ഏരിയ ഈ 3D പ്രിൻറ്റിങ് ശരിക്കും എഫക്റ്റ് ചെയ്യാൻ പോകുന്നതാണ് ആർട്ട് ആൻഡ് കൾച്ചർ. ഒരുപാട് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഓൾറെഡി ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 3D പ്രിൻറ്റേഴ്സൊക്കെ ഇപ്പം കമേഴ്ഷ്യലായിട്ട് വിൽക്കാൻ തുടങ്ങി. നോട്ട് ഓൺലി അക്രോസ് ദ ഗ്ലോബ്, ഇന്ത്യയിലും അത് സ്റ്റാർട്ടായി. ഒരുപാട് ഇടങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ വേണമെങ്കിലും ഒരു 3D പ്രിൻറ്റർ വേണമെങ്കിൽ വാങ്ങാം. അനദർ ഇൻഡസ്ട്രി ഇത് ശരിക്കും എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമർ ഇൻഡസ്ട്രി, ലൈക്ക് നമ്മുടെ ഷൂസ് അല്ലെങ്കിൽ ക്ലോതിങ്, ഈ മാതിരി ഇൻഡസ്ട്രീനെ ഇത് ശരിക്കും എഫക്റ്റ് ചെയ്യും. ബിക്കോസ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 3D പ്രിൻറ്റർ യൂസ് ചെയ്തിട്ട് ഇൻ ഫ്യൂച്ചർ വി ക്യാൻ ആക്ച്വലി മെഷർ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ സ്കാൻ ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഷൂസ് ഇൻഡസ്ട്രീനൊക്കെ ഇത് ശരിക്കും ഹെൽപ്പ് ചെയ്യും. നൗ ലെറ്റ്സ് കം ടു ദ മെയിൻ പാർട്ട് ഓഫ് ദ വീഡിയോ. ഞാൻ 3D പ്രിൻറ്റിനെ കുറിച്ച് ഇത്രയും ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് ആൾക്കാരും IT ഫീൽഡിലുണ്ട്. അപ്പോൾ IT ഫീൽഡിൽ ഇതിന് നല്ലൊരു സ്കോപ്പുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ എക്സിസ്റ്റിംഗ് ലാംഗ്വേജസ് പഠിച്ചത് നല്ലത്. അതിൻ്റെ കൂട്ടത്തിൽ പാരലലി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 1-2 ഏരിയാസ് ഉണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് പ്രോഗ്രാമിങ്ങിൽ തന്നെ, അതായത് വിച്ച് ഈസ് റിലേറ്റഡ് ടു 3D പ്രിൻറ്റിംഗ്. IT ഫീൽഡിൽ ഓൾറെഡി ഉള്ളവർക്കും ഇനിയും ഈ ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ചെറുതായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സ്കാൻ IP സോഫ്റ്റ്വെയർ, ഇല്ലെങ്കിൽ ഫ്യൂഷൻ 350. ഇതൊക്കെയാണ് ഈ 3D പ്രിൻറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവായിട്ട് പോയിട്ട് വേണമെങ്കിൽ ആ ഒരു ഫീൽഡിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. സ്കൂൾസിന് നമ്മളൊരു കരിക്കുലം ഡിസൈൻ ചെയ്യാൻ നേരത്ത് ഇങ്ങനെയുള്ള എലിമെൻറ്റ്സ് ഡെഫിനറ്റായിട്ട് കൊണ്ടുവരണം. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്ക് ഡെഫിനറ്റ്ലി നല്ല സ്കൂൾസ് ഈ 3D പ്രിൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള ഇൻഫർമേഷൻ കൊടുക്കണം, ഒരു പ്രാക്ടിക്കൽ നോളജ് കൊടുക്കണം. അത് മാത്രമല്ല അവരുടെ കരിക്കുലമിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യണം. അതല്ലാതെ പേരൻസിന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഞാൻ ബാക്കി സബ്ജക്ട്സ് ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല പറയുന്നത്, പക്ഷേ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ നിങ്ങൾ പേരൻസ് നിങ്ങളുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കണം. ഈ സബ്ജക്ട്സൊക്കെ കീ ആണ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പറയുന്ന 3 ഡയമെൻഷണൽ പ്രിൻറ്റിംഗ് എന്ന് പറയുമ്പം ഇതിൻ്റെ അനലിറ്റിക്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്തമാറ്റിക്സ് ബേസ് വേണം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ അപ്കമിങ് ജനറേഷനെ നിങ്ങൾക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, വലിയ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ മാനുഫാക്ചറിങ് കമ്പനീസ് ഓൺ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ ഈ 3D പ്രിൻറ്റിങ്ങിനെ കുറിച്ച് അനലൈസ് ചെയ്യണം. നിങ്ങൾ അറിയണം എന്താണ് ഈ ഒരു സംഭവം, ഇത് വെച്ച് എന്തൊക്കെയാണ് ഇംപ്ലിക്കേഷൻസ്, നമ്മൾ എങ്ങനെ നമ്മുടെ കോസ്റ്റ്സ് റെഡ്യൂസ് ചെയ്ത് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്നു, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആകണം. എന്നാ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവർക്ക് ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഏരിയ ആണ്. നമുക്ക് വർക്ക് ഫോഴ്സിനെ ഒരുപാട് റെഡ്യൂസ് ചെയ്യാം, അതുകൊണ്ടുണ്ടാകുന്ന ഡേഞ്ചേഴ്സിനെ റെഡ്യൂസ് ചെയ്യാം, അതുകൊണ്ടുണ്ടാകുന്ന കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാം. അതേസമയം നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ചെയ്യുകയും ചെയ്യാം.
ചുരുക്കത്തിൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 3D പ്രിൻറ്റിങ് ഒരുപാട് പോസിബിലിറ്റീസ് കൊണ്ടുവരാൻ പോവുകയാണ്. ഇപ്പോഴത്തെ 3 ഡയമെൻഷണൽ പ്രിൻറ്റിങ് ടെക്നോളജി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ്. ഒരു ചെറിയ പാർട്ട് മാത്രമേ നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ഇതുണ്ടാക്കാൻ പോകുന്ന പോസിബിലിറ്റീസ് വളരെയധികം ഡിഫറെൻ്റ് ആണ്, വളരെയധികം ഹ്യൂജാണ്. അപ്പോൾ ഡെഫിനറ്റായിട്ട് മാറ്റങ്ങൾ വരും. നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മളിതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം. ഇത് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടിയൊക്കെ അഹെഡ് ഓഫ് ദ ടൈം നിൽക്കാൻ പറ്റുള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകും. നിങ്ങൾക്ക് അഥവാ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ഓൺ ദ സബ്സ്ക്രൈബ് ബട്ടൺ. ആൻഡ് നിങ്ങൾക്ക് അഥവാ ഈ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ക്ലിക്ക് ഓൺ ദ ലൈക്ക് ബട്ടൺ. താങ്ക് യു.